ബാർ കോഴ വിവാദത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന് പൂർണ്ണ പിന്തുണ നൽകാൻ ബാർ ഉടമകളുടെ സംഘടനയുടെ തീരുമാനം. കോഴക്കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിജിലൻസിന് നൽകും. മറ്റു മന്ത്രിമാർക്കെതിരായ തെളിവുകളും സമാഹരിക്കാൻ തീരുമാനിച്ചു. തെളിവുകൾ സമാഹരിക്കാൻ 5-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ബിജു രമേശ് നാളെ വിജിലൻസിന് മുൻപാകെ ഹാജരായി തെളിവുകൾ കൈമാറും. ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം ബിജു രമേശ് യോഗത്തിൽ വിശദീകരിച്ചു. ബിജു രമേശിന്റെ ആരോപണത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ബാറുടമകളും സംസാരിച്ചത്. ചിലർ ആരോപണം മയപ്പെടുത്തണമെന്ന നിലപാട് യോഗത്തിൽ സ്വീകരിച്ചു. എന്നാൽ ഭൂരിപക്ഷ ആവശ്യം അംഗീകരിച്ച് യോഗം ബിജു രമേശിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. നാളെ തന്നെ ബിജു രമേശ് വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി തെളിവ് നൽകും. മറ്റു പലർക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കമ്മിറ്റിയിൽ ഉന്നയിച്ചതായി അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ 5-അംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി. മറ്റു പലരെക്കുറിച്ചും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും തെളിവുകൾ ശേഖരിക്കുവാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 5-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. വിജിലൻസിന്റെ തലപ്പത്ത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുള്ളതിനാൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിജു രമേശ് പറഞ്ഞു. അസോസിയേഷൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. പറഞ്ഞത് സത്യമായതിനാൽ തനിക്ക് ഭയമില്ലെന്നും ബിജു രമേശ് വ്യക്തമാക്കി. ഞങ്ങൾക്കെതിരെ ഒരു ഭയവുമില്ല. കാര്യം സത്യസന്ധമായി പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കള്ളം പറയുമെങ്കിൽ ഭയപ്പെടണം. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ അസോസിയേഷന് വേണ്ടി മുതിർന്ന അഭിഭാഷകർ ഹാജരാകും. ആത്മഹത്യ ചെയ്ത ബാർ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായവും അസോസിയേഷൻ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.